ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ടി എ തോമസ് എലന്തൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നിസ്തുല്യനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകും. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാരശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇവിടെ ഫിലിപ്പിയ വിശ്വാസികളോട് ഈ സന്ദേശം പറയുമ്പോൾ അവർ എല്ലാവരും റോമൻ പൗരത്വം ഉള്ളവരാണ്. ഈ ഭൂമിയിൽ ഒരു പൗരത്വം ഉള്ളതുപോലെ നിങ്ങൾക്കുള്ള പൗരത്വം യഥാർത്ഥത്തിൽ സ്വർഗത്തിലാകുന്നു എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഭൂമിയിലെ പൗരത്വത്തിൽ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ നോട്ടവും ലക്ഷ്യവും സ്വർഗത്തിലേക്ക് ആകുന്നു. കാരണം രക്ഷിതാവ് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. റോമർ 8:19 സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. 23-ാം വാക്യത്തിൽ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നു. നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. 25-ാം വാക്യം നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു, എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. കർത്താവിന്റെ മധ്യാകാശവരവിൽ സഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും നാം തേജസ്കരിക്കപ്പെടുന്നു. വാക്യം 3:10. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു, നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. ഇന്ന് ദൈവമക്കൾ താഴ്ചയുള്ള ശരീരത്തിലാണ് ജീവിക്കുന്നത്. മാംസരക്തങ്ങളോടുകൂടിയ ശരീരം, ദ്രവത്വമുള്ള ശരീരം, രോഗപീഠകളുള്ള ശരീരം. എന്നാൽ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിൽ വേഗത്തിൽ പെട്ടെന്ന് ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. ഒരിക്കൽ അവൻ പ്രത്യക്ഷനായത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷത കൊണ്ട് നമുക്കുണ്ടായ നേട്ടം പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും നാം രക്ഷിക്കപ്പെടുവാൻ ഇടയായി എന്നുള്ളതാണ്. എങ്കിലും നാം ജീവിക്കുന്ന പാപലോകത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ അഥവാ നമ്മെ ചേർക്കുവാൻ അവൻ വരുന്നു. സ്തോത്രം! അവൻ രക്ഷിതാവായി വരുന്നു. ഹല്ലേലൂയ! ഈ 20-ാം വാക്യത്തിൽ നമുക്ക് ത്രികാല രക്ഷ കാണുവാൻ സാധിക്കും. 1, നാം രക്ഷിക്കപ്പെട്ടു. 2, നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 3, നാം രക്ഷിക്കപ്പെടും. അതിനുവേണ്ടി കർത്താവ് ഉപയോഗിക്കുന്നത് സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാരശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും.
ഇന്ന് ലോകത്തിൽ രോഗമുണ്ട്, വേദനയുണ്ട്, വേർപാടുണ്ട്, കഷ്ടമുണ്ട്, മരണമുണ്ട്, പാപവും അതിന്റെ ഫലങ്ങളും വാഴുന്ന ഒരു ഭൂമിയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ പൗരത്വം വിട്ട് സ്വർഗീയ പൗരന്മാരായി നാം എടുക്കുവാൻ പോവുകയാണ്. ഈ ഭൂമിയും ഈറ്റുനോവോടുകൂടെ ഞരങ്ങുകയാണ് കർത്താവിന്റെ വരവിന് വേണ്ടി. എന്നാൽ രക്ഷിതാവ്, നമ്മുടെ കർത്താവ് വേഗം വരുവാൻ പോകുന്നു. നമ്മുടെ പ്രത്യാശയെ ഉയർത്താം, ഒരുങ്ങാം. ഇതുവരെയും ഞങ്ങളെ ശ്രവിച്ച എല്ലാ മാന്യ കേൾവിക്കാരോടും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. ദൈവനാമം ഇന്നുമെന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.